വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എവിടെയാണെന്ന് നോക്ക്, ബാക്ക്ഗ്രൗണ്ട് കണ്ട നല്ല ഭംഗിയില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥലം വരെ വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചുതരാം. ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു മാസ് ഫിഷ് കറിയാണ്, ഒരു മാസ് ഫിഷ് കറി. അപ്പം നിങ്ങളതൊന്ന് പോയി കണ്ടിട്ട് വാ. ഇതാണ് ഞാനാ പറഞ്ഞ മാസ് ഫിഷ് കറിക്ക് വേണ്ട ഫിഷ് കേട്ടാ. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇത് ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന ഒരു ഫിഷാണ്. ട്യൂണയല്ലേ അത്. അവർ ഡ്രൈ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് മാസ്. അതാണ് ഞാൻ മാസ് ഫിഷ് കറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാനൊരു 1 hour കുറച്ച് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചതാണ്. എങ്കിൽ മാത്രമേ നമുക്കതിങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇത്. ഓക്കെ, ഇനി ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ അതിൽ കുറച്ച് ചെത്തി എടുത്തതാണ്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം പറയാം. ഇത് എൻ്റെ രീതിക്ക് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഈ കാണുന്നതെല്ലാം വേണം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളകെല്ലാം. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് കൂട്ടാം, വേണ്ടാത്തത് കുറക്കാം. ഓക്കെ, പിന്നെ ഇത് ഫിഷ് ഞാൻ കുറച്ച് ചെത്തിയെടുത്തെന്ന് പറഞ്ഞല്ലേ, അതാണ്. ഇത് ഇന്ന് നമുക്കിനി പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പൊടിച്ചെടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ മസാല ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം വഴറ്റുകയാണ്. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കറിവേപ്പില വേണം കേട്ടോ. ഉപ്പ് ഇട്ടോ ഇട്ടില്ലേ എന്നൊന്നും ചോദിക്കേണ്ട. നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടോ. ഫിഷിൽ ഉപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഇടേണ്ടി വരും. ഇത് ഞാനത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്, മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പുളിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ടൊമാറ്റോ വേണമെങ്കിൽ അതിടാം. അപ്പോൾ ഈ മസാല അതിലേക്ക് ആ ഫിഷ് ഇട്ട് കൊടുത്ത് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലിട്ടു. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടെ ഇടണേ. എന്നാലേ അതിനൊരു കളറൊക്കെ വരുള്ളൂ. നല്ല ഒരു കാണാൻ ഒരു ഭംഗി വേണ്ടേ, അതിനാണ്. ഇരുചിരിക്ക് നമുക്ക് ആ പച്ചമുളകിൽ നിന്നും ഒക്കെ കിട്ടും. ഇനി ആ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. എളുപ്പമാണ്, ഈസിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ലക്ഷദ്വീപിൽ ഈ ഫിഷ് ശരിക്കും അവർ നമ്മുടെ ഈ എന്താ പറയുക സ്നാക്സ് ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കുന്ന പറയുന്നത്. വെറുതെ ഇത് ഉപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ വെറുതെ ഉണക്കലുണ്ടാക്കുക എന്ന് പറയുന്നത് വെറുതെ ഉണക്കുകയല്ല ചെയ്യുക ഉപ്പിട്ടിട്ട്. ഇത് അങ്ങനെയല്ല പോലും. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കഴിക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ കഴിച്ച് ശീലമായാൽ കഴിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ കഴിക്കുന്നതോടെ കാണിക്കാം. നല്ല ചോറിൻ്റെ കൂടെ വൈറ്റ് റൈസോ മട്ട റൈസോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ കഴിക്കുന്നത്. അത് ഇട്ട് നന്നായിട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് നമ്മളെ ഒരു ഫ്രണ്ട് ഡോക്ടർ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ തന്നതാണ്. അപ്പോൾ ഡോക്ടറെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. താങ്ക് യു. അപ്പോൾ ഇതിങ്ങനെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാൻ തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി മാസ് ഫിഷ് കറി, ഫിഷ് ഫ്രൈ, റോസ്റ്റ് എന്നൊക്കെ പറയാമല്ലേ, കറിയല്ലല്ലോ. അപ്പോൾ അത് അടിപൊളിയല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി പറയാണ്, നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞാനിത് കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നല്ലതാ കേട്ടോ. കണ്ട കണ്ടല്ലേ, മാസ് ഫിഷ് കറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ. വരാം. എന്താണ് ഈ മാസ് ഫിഷ് കറി എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ആ ഫിഷിൻ്റെ പേരാണ് മാസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. മാസ് ഫിഷ് കറി അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
താങ്ക്സ് ഫോർ വാച്ചിങ്.